പടം കൊണ്ടുവന്നാണോ? ഇതാ ഞാൻ ഉടനെ ഡാഡിയെ വിളിക്കാം. ഡാഡി, 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 ഇതാ ബാബു വന്നിരിക്കുന്നു. ഡാഡി. വളരെ കണിശക്കാരനാണല്ലോ. നോക്കട്ടെ മോളെ, ബാബുന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. ശരി. മത്തായി സാറിന് സുഖമാണോ കുഞ്ഞെ? അതെ, ഗംഭീരമായി അസലായിരിക്കുന്നു ബാബു. നിനക്ക് ഇത്രത്തോളം കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. റാമേ നോക്ക്, ചിത്രം എങ്ങനെ ഇരിക്കുന്നു? തരക്കേടില്ല. തരക്കേടില്ല. ചിത്രകലയെ പറ്റി നിനക്ക് വല്ല വിവരമുണ്ടോ? വിവരമില്ലാഞ്ഞിട്ടാണോ ഞാൻ തരക്കേടില്ലെന്ന് പറഞ്ഞത്? പറഞ്ഞവരെ കല ആസ്വദിക്കാൻ പഠിക്കണം. അതെങ്ങനെ? നിന്റെ അപ്പൻ ചിട്ടിക്കാരനല്ലേ? അയാൾക്ക് ഈ പലിശ കണക്ക് കൂട്ടാനല്ലാതെ വല്ല വിവരവും ഉണ്ടോ കലയെ പറ്റി? 8 ഗുണം 10 ഗുണം. തുടങ്ങി. എന്നാ പിന്നെ ഒരു പടം വരയ്ക്കുന്നവളെ കെട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ? ഞാൻ അത്ര ചെലവില്ലാതെ കടന്നൊന്നുമല്ല. പെടകാതിരി കരളെ. കേട്ടോ ബാബു, എവിടെ ചുണ്ട് പിടിക്കുന്നത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നീ വാ. കാണട്ടെ ഡാഡി. നന്നായിട്ടുണ്ട് ഡാഡി. കാശ് ബാബുന്. ബാബുവിന് എന്റെ പടം ഒന്ന് വരയ്ക്കാമോ? അതാണല്ലോ എന്റെ ജോലി. ആരുടെ പടം വേണമെങ്കിലും വരച്ചു തരാം. എന്നാൽ എന്റെ ഒരു പടം വരച്ചത്. ഓർഡർ എന്ന് വരച്ചു തരാം. എങ്ങനെയാ ഓർഡർ തരേണ്ടത്? ശോശാമ്മയാവുമ്പോ എഴുതി തരണം. എഴുത്തെഴുതാൻ നല്ല പരിചയമാണല്ലോ. കേട്ടോ ബാബു, ചിത്രങ്ങൾക്ക് വില നിശ്ചയിക്കാൻ പറ്റില്ല. ആളുകളുടെ താല്പര്യം അനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്യും. ഇതാ 50 രൂപയുണ്ട്. എനിക്ക് ഒരു 7-8 ചിത്രങ്ങളൂടെ വരച്ചു തരണം. എല്ലാത്തിനും ഈ തുക വെച്ച് ഞാൻ തരാം. കഴിയുന്നതും വേഗം വരച്ചുകൊണ്ട് വരാം. ശരി. മിടുക്കൻ ചെറുക്കൻ. കേട്ടോ മോളെ, പ്രോത്സാഹനം കൊടുത്താൽ ഇവൻ വലിയ കലാകാരനായി വളരും. വന്നോടാ. ചാക്കോ വക്കീലിന് പടം കൊണ്ട് കൊടുത്ത് കാശും മേടിച്ചോണ്ട് വരുമെന്ന് വെച്ച് ഞങ്ങള് കാത്തിരുന്നു. നിന്നെ കാണാൻ ഗൗരിക്കുട്ടിയോടെ മുന്നാഴി അരി മേടിച്ച് അത്താഴം വെച്ചത്. ചട്ടയും ജമ്പറും ഒക്കെ തച്ച് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് താമസിച്ചതാ. ഞാൻ കുറെ തുണി മേടിച്ചു. ഉള്ളത് തച്ചും കൈയൊക്കെ ഇട്ട് നടക്കല്ലേ. അത് നന്നായി പോയി മോനെ. അമ്മച്ചിക്ക് ഒരു കവണിയും വാങ്ങിച്ചിട്ടുണ്ട്, പളയിട്ടുണ്ട്. എനിക്ക് വാങ്ങിച്ചു വെച്ചേ. നിനക്ക് വാങ്ങിച്ച ഒരു സാരിയാ. അപ്പച്ചൻ വന്നില്ലേ അമ്മച്ചി? വന്നു. 2-3 പ്രാവശ്യം നിന്നെ തിരക്കി. നേരത്തെ കയറി അങ്ങ് കിടന്നെന്നാ തോന്നുന്നു. ഈ ഇടയായിട്ട് വലിയ ക്ഷീണമുണ്ട് മോനെ അപ്പച്ചന്. ഈ ചട്ടയും മുണ്ടും കത്രീനാമിക്ക്, ഇത് മേരിക്കും, ഇത് എനിക്കും. ഞങ്ങൾ സാരി കൊടുത്താലും തടി അഴിഞ്ഞ് താഴെ വീഴുമോ? അച്ഛൻ പറഞ്ഞല്ലോ എനിക്കാണെന്നു. എന്റെ ഈശോയെ, അച്ഛന്റെ ഷർട്ടും മുണ്ടൊക്കെ തല്ലി കഴുകി കൊടുക്കുന്നത് ഞാനാണ്. എന്നിട്ട് എനിക്കൊരു സാരി വാങ്ങിച്ചു വന്നില്ല. 2 എണ്ണത്തിന് അസൂയ. ഈ ചട്ടം മുണ്ടും നീ തന്നെ വെച്ചോ. എനിക്ക് എന്റെ മാതാവേ, ആ ബാബു കുറച്ച് തുണി കൊണ്ട് കൊടുത്തു. അതിന്റെ ബഹളമാണിത്. ഒന്ന് ഗുണം പിടിക്കാൻ ആ ചാക്കോ വക്കീലൊരു പടം വരച്ചു കൊടുത്തു. പെൺപിള്ളേർക്ക് കുറെ തുണി എടുത്തു. ബാക്കി 25 രൂപയുണ്ട്. കർത്താവേ, എന്റെ മകൻ ആദ്യമായി സമ്പാദിച്ച രൂപയാണിത്. മോനെ, നിന്റെ അപ്പന്റെ കയ്യിൽ നിറയെ രൂപ കൊണ്ട് തരാൻ ദൈവം ഇടവരുത്തട്ടെ. 5 പെയിന്റിങ്സ് കൂടി വേണമെന്ന് വക്കീൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മോനെ, ഞാനും കൂടെ നിന്നെ സഹായിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ബ്രഷ് എടുത്താൽ അപ്പന്റെ കൈ വേറിക്കും. 20 രൂപ സൂക്ഷിച്ചൊക്കെ ചെലവാക്കണം. നീ വലിയ ചെലവുകാരിയാ. പിന്നെ നാളെ മറക്കാതെ 4 മെഴുകുതിരി ആ മാതാവിന്റെ നടക്കിലൊന്ന് കൊളുത്തേക്കണം കേട്ടോ. എന്തിനാ 5 രൂപ കൈ വെച്ചതിന്? ഞാനൊന്ന് ഇറങ്ങി വെച്ച് വരട്ടെ. ഷാപ്പിലേക്കല്ലേ? അതേടി, എനിക്കിത് സന്തോഷം തുടങ്ങിയ ദിവസമാടി. എന്റെ മകൾ സമ്പാദിക്കാൻ തുടങ്ങി. ഞാനിന്ന് കുടിക്കും. വാഴൂരെ കുഞ്ഞോമാച്ചായന്റെ കൂട്ടാണ് നിങ്ങള്. അപ്പൻ ചത്ത് കിടക്കുകയാണെങ്കിൽ പറയും എന്റെ അപ്പൻ ചത്തുപോയി, അതുകൊണ്ട് ഞാൻ കുടിക്കുകയാണെന്ന്. മോളെ കെട്ടിക്കുകയാണെങ്കിൽ പറയാം അതിന്റെ സന്തോഷം കൊണ്ട് കുടിക്കുകയാണ്. നീ ബോഡിയൊക്കെ ബാവോനെ, നീ വന്ന് വല്ലതും കഴിക്കും.
അത് ഞാൻ വരുമ്പോ പാതിരാവും.